നീ എന്താ വേലടി കാണിച്ചു വെച്ചേക്കുന്നത്? ഞാൻ ആ ബാത്റൂമിലോട്ട് കയറിയിട്ട് മൂത്രം അടിച്ചിട്ട് ഇറങ്ങി കഴിയുമ്പോ അവിടെ ബില്ലടിച്ച് വെച്ചേക്കുന്നു. അയ്യോ അത് ടിഷ്യൂ പേപ്പറാ, ബില്ലല്ലത്. മുത്തച്ഛൻ 7 അടി പൊക്കം, ഒത്ത വണ്ണം, കടാകടിയൻ. നമ്മളെ മിറ്റത്തിക്കുന്ന ആനയുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുമ്പോഴേ ആന പിണ്ടിടൂലല്ലേ? എന്തുകൊണ്ട്? ഇടാ മുത്തത്തിന് മുമ്പ് ആന പിണ്ടിടൂലല്ലോ. എന്തുകൊണ്ടാ ഇട? എന്തുകൊണ്ട് പ്രസിഡന്റ്? മുത്തത്തിന്റെ മുമ്പ് ആന പിണ്ടിടൂല. കടാകടിയനായ മുത്തത്തിന് മുമ്പേ ആന പിണ്ടിടൂല. എന്തുകൊണ്ട്? നീ ഈ കടാകടിയെ ആനെ വഴി തൂറിന്ന് വിളിക്കുമെന്ന് പേടിച്ചിട്ടാണ്. അല്ല അറിഞ്ഞൂടാ. ദാസോ ചേട്ടോ അറിയുമോ എന്നെ? അകത്തിരുന്ന് ശബ്ദം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ദാസാന്ന്. അങ്ങനെ ശബ്ദം കേട്ട് മനസ്സിലാക്കാൻ ഞാനെന്തോ യേശുദാസോ? മ്യൂസിക്കൽ കോമഡി. ശനിയുടെ കളികൾ ഇടങ്ങളിൽ പതിയും. അത് തോന്നി. അങ്ങനെ മഹിമ പറയാനാണെങ്കിൽ എനിക്കുണ്ട്. എന്റെ മുത്തച്ഛൻ കാട്ടിക്കയറി വെടിവെക്കുന്ന നല്ല വേട്ടക്കാരനായിരുന്നു. എന്റെ മുത്തച്ഛൻ കാട്ടിക്കയറി ഒരു വെടിവെച്ച് കഴിഞ്ഞാൽ ഒറ്റ മൃഗങ്ങൾ അവിടെ കാണൂല. മുത്തച്ഛന്റെ തോക്കിന്ന് പറഞ്ഞ വെടിയുടെ സൗണ്ട് കേട്ടുണ്ടാ? ഇല്ല. ടണ്ടണ ടണ്ടണ. ഞാൻ ഈ നാട്ടിലെ ഗർജിക്കുന്ന സിംഹം, പേര് പൊന്നൂട്ടൻ. അയ്യോ ഗർജിക്കുന്ന സിംഹത്തിന്റെ പേര് കേട്ടോ, പൊന്നൂട്ടൻ. ആകാത്ത ഷഡ്ഡിട്ടോ. 1500 രൂപ ശമ്പളം തരണം. പണി കഴിയുമ്പോ പടക്കെന്ന് കയ്യിലോട്ട് വെക്കുമ്പോ ഗാന്ധിജി എന്നെ നോക്കി ചിരിക്കണം. 1500 രൂപയോ? 1500 രൂപ. എടാ ഈ മുറ്റത്തെ 2 പുല്ല് പറിച്ച് കളയുന്നതിന് 1500 രൂപയോ? ഈ പുരുകത്തന്ന് 2 രോമം പറിച്ച് കളയുന്നതിന് 2500 3500 ബ്യൂട്ടി പാർലറിൽ കൊടുക്കുന്നു. അത് 100 ഉപയോഗിച്ച് പറിക്കുന്നതിന്. ഈ കാറൊക്കെ ഇതൊക്കെ ഓടിക്കണ്ടായിരുന്നു കൊച്ചേ. അയ്യോ ഈ കാർ ഓടിക്കത്തില്ല. ഈ കാർ കല്യാണത്തിന്റെ അന്ന് ചെറുക്കന് പോകാൻ വേണ്ടിട്ടാ ഫ്രണ്ടിൽ ഇങ്ങനെ ബോണറ്റെ പൂവൊക്കെ വെച്ചിട്ട് അലങ്കരിച്ച് കൊണ്ടുപോകും ഞങ്ങള്. അങ്ങനെ കല്യാണത്തിന് പോകുമ്പോഴേ ഫ്രണ്ട് സീറ്റ് ഞാനിരിക്കും. അതിനാ അവിടെ ഞാൻ ഇറങ്ങുമ്പോൾ എന്റെ കാലെടുത്ത് വെളിയിൽ വെക്കും. എന്നിട്ട് അവിടുന്ന് വേണം ക്യാമറ ഷൂട്ട് തുടങ്ങാൻ. ഓ പടത്തിലൊക്കെ കാണാൻ ആഗ്രഹമല്ലയോ? നമ്മളെ ആര് വിളിക്കാനാ സിനിമയ്ക്കകത്തൊക്കെ? സിനിമയ്ക്കകത്തല്ല, ഭിത്തിയിലെ പടത്തിനകത്ത് 1 ലക്ഷം രൂപയോളം പൈസ കൊടുത്ത് വീഡിയോക്കാരെ വെച്ചേക്കോ. ഈ ഉണക്കക്കാലുമായിട്ട് അങ്ങോട്ട് എന്നാ അടിച്ചാ ഭിത്തി കയറ്റുന്നാ പറഞ്ഞത്. വിവരം വിദ്യാഭ്യാസമുള്ള ഒരാൾ പറയുമ്പോൾ നല്ലോണം സംസാരിക്കണം. അതെങ്ങനെ? ലോക വിവരം വേണം ഷാജി, ലോക വിവരം വേണം. ഇയാൾക്ക് ലോക വിവരമില്ല. എടാ ഇന്ത്യൻ ജനസംഖ്യ 2ാം സ്ഥാനത്താണ്, നിനക്കറിയാമോ? അവൻ 6 മക്കളെ. എടാ അമേരിക്കയും റഷ്യയും യുദ്ധം നടന്നു, നീ അറിഞ്ഞായിരുന്നാ? എടാ അമേരിക്കയും റഷ്യയും യുദ്ധം തുടങ്ങി, നീ വല്ലതും അറിഞ്ഞായിരുന്നാ? അവൻ 6 മക്കള്. അമേരിക്കയും റഷ്യയും യുദ്ധം ചെയ്ത് ഇത് എന്തിനാണെന്നല്ലോ അറിയാമോ നിനക്ക്? ഈ അമേരിക്ക യുദ്ധം ചെയ്യാൻ പറ്റുന്ന മിസൈൽ എടുത്ത് ഞാൻ കഷ്ടത്തെ വെച്ചോണ്ട് ഇങ്ങോട്ടുണ്ട്. അയ്യോ ഞാൻ പൊങ്ങച്ചൻ പറയും, നിനക്കറിയാലോ എന്റെ സ്വഭാവം. ഞാൻ പൊങ്ങച്ചൻ പറയത്തേ ഇല്ല. ഈ നാട്ടിൽ ഇതുപോലൊരു കാറില്ലടി. യോ ഇതിനകത്തോട്ട് കേറി ഇരുന്നിട്ട് അതിനകത്തൊരു ബട്ടൺ ഞെക്കും മോനെ, അന്നേരം എന്തോ തണുപ്പാന്നറിയോ. AC ന്ന് അതിന്റെ പേര്. അതെ ചൂടാവുന്ന ആ മിസൈൽ കഷ്ടത്തെ വെച്ചോണ്ട് ഞാൻ ഇന്ത്യയിൽ ഇതെന്നായിരുന്നു സംഭവം? ഫെബ്രുവരി 14-ാം തീയതി. അന്ന് നമ്മൾ എവിടെയായിരുന്നു? തോട്ടക്കാട്ട് അപ്പച്ചിന്റെ വീട്ടിലെ പാലിയാച്ചിട്ട് പോയായിരുന്നു. ശരിയാ, പാലാച്ചിന്റെ അന്ന് ഞാൻ അടുക്കളയിൽ നിന്ന് പായസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അമേരിക്കയും റഷ്യയും തമ്മിൽ യുദ്ധം നടക്കുന്നത് ഞാൻ കഥ പറഞ്ഞ് എത്തി പോയി കഴിഞ്ഞാൽ പായസം അടി പിടിക്കൂലേ? നിങ്ങൾ ഇത് പറഞ്ഞോണ്ട് പിന്നെ പണ്ടത്തെ കാറ് പോലും നമ്മൾ ഈ ഗ്ലാസ് ഇങ്ങനെ കറക്കി അല്ല താഴ്ത്തുന്നത്. അത് ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഒറ്റ വലിക്ക് നാരങ്ങ വെള്ളം സ്ട്രോ വെച്ച് കുടിക്കുന്ന പോലെ അങ്ങ് താന്നങ്ങ് പോകും. വേലക്കാർ എന്നെ പിണങ്ങിപ്പോയി. ഇവൻ വേലക്കാർക്ക് എടുത്ത് ഒരു ഉമ്മ ചോദിച്ച്, അതുകൊണ്ടാണ് പിണങ്ങിപ്പോയി. എന്താ മിസ്റ്റർ കിരൺ ഇങ്ങനെ? വേലക്കാരെടുത്ത് ഉമ്മ തെറ്റല്ലേ? എന്റെ ഭാഗത്ത് എന്ത് തെറ്റാണ് സാറേ ഉള്ളത്? ഞാൻ വേലക്കാരിയോട് ഉമ്മ ചോദിച്ചു, അവള് തരൂലെന്ന് പറഞ്ഞ്. അവൾ തരൂലെന്ന് പറയുമ്പോ ഞാനല്ലേ പിണങ്ങി ഇവിടുന്ന് പോകേണ്ടത്? അവളെന്തിന് പിണങ്ങിപ്പോയി? അവിടെ മഴയൊക്കെ ഉണ്ടോ? അരണമൊഴി മഴയില്ല, അത് മൊത്തം ഗ്ലാസ് കൊണ്ട് ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്ന ആണോ? കേരളം മൊത്തം മഴയില്ലടാ. ഇന്നലെ 5 സെന്റിമീറ്റർ മഴ പെയ്തു ഇവിടെ. അത് നിനക്ക് അങ്ങനെ അറിയാം? ഞങ്ങളുടെ വീട് ചോരുമല്ലോ. ഞാൻ ഉടുപ്പിടാതെ മലന്ന് കിടക്കുമായിരുന്നു. രാവിലെ എഴുന്നേറ്റ് പുക്കിളിനകത്ത് വെള്ളം ഓളം നോക്കിയതാ. എടി കൊച്ചെ, ഇവിടെ എൻജോയ്മെന്റ് ചെയ്യാനുള്ള സംഭവം ഒക്കെ ഉണ്ടോ ആശുപത്രിയിൽ? എൻജോയ്മെന്റ് ചെയ്യാനുള്ള സംഭവം പാർക്കൊക്കെ ഉണ്ട്. ഞാനൊരു സാധനത്തിനകത്ത് കയറി ഒരു കുടല് പോലെ ഇങ്ങനെ ഇരിക്കും. നമ്മൾ വേറെ ഡ്രസ്സൊക്കെ ഇടിച്ച് തലയിലെ തൊപ്പിയൊക്കെ വെച്ച് കയറ്റും. ഭയങ്കര ലൈറ്റ് സെറ്റിംഗ് ഒക്കെയാ. അങ്ങോട്ട് വിടും, തിരിച്ചിറങ്ങും, അങ്ങോട്ട് വിടും, തിരിച്ചിറങ്ങും. രസമാണ്, കിടക്ക സംഭവമായിരുന്നു.
അതിന്റെ പേരാണ് MRI സ്കാന്. അല്ല ഇങ്ങനെയുള്ള വർത്താനം പറഞ്ഞാൽ നിന്നെ ആൾക്കാർ കെട്ടിയിട്ട് ഇരിക്കണേ. എടാ പൂത്തിരിമുക്ക് അമ്പലത്തിലെ ആൾക്കാർ നിന്നെ പിടിച്ച് കെട്ടിയിട്ട് ഇടിച്ചെന്തിനാ? ചേട്ടൻ അറിഞ്ഞോ? ഞാൻ അറിഞ്ഞത് ഈ നാട്ടുകാരെ മൊത്തം അറിഞ്ഞു, യൂട്യൂബിലൊക്കെ ഒന്ന് വൈറലായി. എന്റെ ചേട്ടാ, പൂത്തിരിമുക്ക് അമ്പലത്തിൽ ലക്ഷദീപം നാടിന്റെ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി 8 മണിക്കൂർ ആളുകൾ പണിയെടുത്ത് 1.5 ലക്ഷം ദീപം തെളിയിച്ച്. ഈ വിഷ്വൽ ബ്യൂട്ടി എന്റെ ക്യാമറ കണ്ണി ഒപ്പിയെടുക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ടൊരു ഹെലിക്യാമറ ഇറക്കി. ഈ പുല്ലിന്റെ കാറ്റ് കാരണം 1.5 ലക്ഷം കിട്ടി. അമ്മച്ചി എന്നെ കൊടിമരത്തെ കെട്ടിട്ടിടിച്ചില്ലേ. ഞാൻ എന്നും വീട്ടിൽ നിന്ന് ബസ്സിനാണല്ലോ വരുന്നത്. ബസ്സിന് വരുമ്പോ ആ ബസ്സിലെ കണ്ടക്ടർ എന്നോട് വേണ്ട സാറേ കണ്ടക്ടർ ഷട്ടർ ഇട് സാറേ. കാര്യം പറ സുജേ. ആ കണ്ടക്ടർ എന്റെ മുഖത്ത് നോക്കി ചോദിക്കുവാ ടിക്കറ്റ് എടുക്കാൻ. പണ്ടൊരു കാക്ക പറന്ന് വന്ന് വെള്ളം കുടിക്കാൻ നോക്കുമ്പോ ഒരു കുടത്തിന്റെ അടിയേറ്റത്ത് ഇച്ചിരി വെള്ളമുണ്ട്. കല്ല് പറക്കിയിട്ട് കാക്ക വെള്ളം മുകളിലെത്തിച്ചിട്ടാണ് ചുണ്ടുകൊണ്ട് വലിച്ചു കുടിച്ചത്. അറിയാമോ? അതറിഞ്ഞൂടെ എനിക്ക്. അതാണ് അപ്പൊ അത് കാക്ക ബുദ്ധിയുള്ള കാക്കല്ല, അതാണ് മണ്ടൻ കാക്ക. മണ്ടൻ കാക്ക എന്ന് ഞാൻ പറയൂ. മണ്ടൻ കാക്കേ? പിന്നെ ഈ കല്ല് പറക്കിയിടുന്ന സമയം ഉണ്ടെങ്കിൽ ബീന ബേക്കറി പോയി ഒരു സ്ട്രാ കൊത്തിയെടുത്തുണ്ടോ അതിന് കുത്തി കുടിച്ചൂടെ? അതെന്തിന്